Dear friends, OpenBoard എന്ന ആപ്ലിക്കേഷൻ്റെ പാർട്ട് 2 ആണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. പാർട്ട് 1 ഇതുവരെയും കാണാൻ സാധിക്കാത്തവർ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് 1ൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കൂടെ കാണുക. പാർട്ട് 1ൽ നാം വിശദമാക്കിയിരുന്നു എങ്ങനെ OpenBoard നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള കാര്യം പാർട്ട് 1ൽ പറഞ്ഞിരുന്നു. കൂടാതെ ആ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് പ്രാഥമികമായി നാം ചെയ്യേണ്ടതായിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നാം വിശദീകരിച്ചു. വീഡിയോ കൂടുതൽ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് പാർട്ട് 1ൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. പാർട്ട് 2വിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് ഗൂഗിൾ മീറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് ഈ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി ഈ ആപ്ലിക്കേഷൻ എടുക്കാവുന്നുള്ളതും ഗണിത അധ്യാപകർക്ക് മാത്സ് അധ്യാപകർക്ക് വിവിധ ടൂളുകൾ നല്ല ഒരുപാട് ടൂളുകൾ ഇതിനകത്തുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഓരോ പേജിലും OpenBoardൽ സെറ്റ് ചെയ്യുന്ന ഓരോ പേജിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഇതൊരു PDF ആയിട്ട് എങ്ങനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കുട്ടികൾക്ക് നൽകാം എന്നുള്ള ഒരു കാര്യം ഇതിലൂടെ വിശദീകരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണിത അധ്യാപകർക്ക് മാത്സ് അധ്യാപകർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ടൂളുകൾ ഇതിനകത്തുണ്ട്. അതിനായിട്ട് ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുക. നിരവധി ടൂളുകളാണ് ഇതിനകത്ത് ഉള്ളത്. ഉദാഹരണത്തിന് ഒരു സ്കെയിൽ റൂളർ എടുക്കണമെങ്കിൽ ഈ റൂളറിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ വരും. നമുക്ക് ഒരു 5 സെൻറ്റിമീറ്റർ ലൈൻസ് വരച്ച് കാണിക്കണമെങ്കിൽ ഈ റൂളർ വെച്ചതിന് ശേഷം ഇവിടെ ലൈൻ ടൂളുണ്ട്. ഈ ലൈൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൂളറിൻ്റെ കറക്റ്റ് പോയിന്റിൽ വെച്ചതിന് ശേഷം നമുക്ക് 10 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വരയ്ക്കാം. ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കെയിൽ ആവശ്യമില്ല എങ്കിൽ നമുക്ക് സ്കെയിൽ ഇനി സെലക്ട് ചെയ്യണമെങ്കിൽ ഈ പോയിൻ്റർ ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. പോയിൻ്റർ ടൂൾ സെലക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ആവത്തുള്ളൂ. നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അതിനെ നീളം ഒന്ന് കുറയ്ക്കാം. അതിനാവശ്യമില്ല എങ്കിൽ നമുക്കിതിനെ ഈ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് കളയാൻ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കോമ്പസ് എന്ന ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. നമുക്കിതിൻ്റെ ഈ പോർഷനിൽ മൗസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് നോക്കുക. സെറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണോ 5 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഗ്രഭാഗത്ത് വന്നതിന് ശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഇത്തരത്തിൽ നിരവധിയായ ടൂളുകൾ ഇതിനകത്ത് നമുക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാൻ പറ്റും. വീണ്ടും ഒരു ഇൻസർക്കിളൂടെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ അഗ്രഭാഗത്ത് വന്നതിന് ശേഷം അതിനെ വരയ്ക്കാം. വരച്ചതിന് ശേഷം നാം മനസ്സിലാക്കേണ്ടത് ഇത് ഓരോന്നും ഓരോ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ ആരോ കീ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിനെയും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് പൊസിഷൻ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിനെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ലൈൻസ് നമുക്ക് ഈ ഒരു സർക്കിൾ വേണ്ട എങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. മറ്റൊരു ലൈൻസ് നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊട്രാക്ടർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. അതിനായി നമുക്ക് പ്രൊട്രാക്ടർ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ പോയിന്റിൽ വെച്ചതിന് ശേഷം ശരിക്കും ഇത് ഗണിത അധ്യാപകർക്ക് വളരെ യൂസ്ഫുള്ളായ രീതിയിൽ നമുക്ക് ഈ ടൂളുകൾ വളരെയധികം പ്രയോജനപ്പെടുത്താം. ആംഗിൾ കണ്ടെത്താൻ വേണ്ടി ഈ ഒരു സൈഡിൽ ഒരു ബാറുണ്ട്. അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ലൈനിൻ്റെ കറക്റ്റ് പോർഷൻ വരെ വന്നു കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ ലേബൽ ചെയ്തിരിക്കും. ഗണിതാധ്യാപകർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടൂളുകൾ ഇതിനകത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്നും വളരെ വിശദമായി നോക്കി പരിചയപ്പെടാവുന്നതാണ്. വിക്കിപീഡിയ എന്ന ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓൺലൈനായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചില കണ്ടൻറ്റുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിക്കിപീഡിയ എന്ന ടൂൾ OpenBoardൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഓൺലൈനായിട്ട് കാണുകയും കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുകയും ചെയ്യാം. ഏത് ടോപ്പിക്കും നമുക്ക് ലൈവായിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ വിക്കിപീഡിയ എന്ന ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ആപ്ലിക്കേഷൻ എന്ന ഫോൾഡറിൽ നിരവധിയായ ടൂൾസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷേപ്സ് എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ നിരവധി ഷേപ്സുകളെ കുറിച്ച് പഠിക്കാനായിട്ട് നിരവധി ഷേപ്സുകളുടെ ഇതുണ്ട്.
നിരവധിയായ ഷേപ്സുകൾ നമുക്കിതിനകത്ത് ഇൻസർട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ ബോർഡിൽ നമുക്ക് ഉണ്ട്. നിങ്ങൾ ഇത്രയും കണ്ടൻറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പേജിൽ നിങ്ങൾ ഒരു കണ്ടൻറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു, രണ്ടാമത്തെ പേജിൽ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തു, മൂന്നാമത്തെ പേജിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓഫ്ലൈനിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ പിള്ളേരുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചത്. പഠനവുമായി അല്ലെങ്കിൽ കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഓഫ്ലൈനിലായിരുന്നു, ഓൺലൈനിലാകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇത് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ കുട്ടികളെ മീറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു പ്രസൻറ്റ് സ്ക്രീനിലൂടെ നമുക്ക് ഇതിനെ പ്രസൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ ക്രോം ബ്രൗസർ എടുക്കുന്നു, അതിനുശേഷം മീറ്റ് എടുക്കുന്നു. മീറ്റിൽ ഞാനൊരു മീറ്റിംഗ് തൽക്കാലത്തേക്ക് വേണ്ടി ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മീറ്റിങ്ങിൻ്റെ ലിങ്ക് നമ്മൾ കുട്ടികൾക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാം. അതിനുശേഷം അതൊക്കെ നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ ജോയിൻ ചെയ്യാനും ലിങ്ക് അയച്ചു കൊടുക്കാനും നമുക്ക് ഓൾറെഡി എല്ലാവർക്കും പരിചിതമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഓപ്പൺ ബോർഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ നിന്നുകൊണ്ട് ഗൂഗിൾ മീറ്റിൽ വരുന്നതിന് മുമ്പ് അത്യാവശ്യം ഓപ്പൺ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നാം പരിചയപ്പെടുത്തേണ്ടത് അതെല്ലാം അത്യാവശ്യം നാം ചെയ്തു വെച്ചു. പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു വെച്ചു. അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ മീറ്റിൽ വന്നു. ഗൂഗിൾ മീറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു. അതിനുശേഷം നാം ഇവിടെ ചെയ്യുന്നത് പ്രസൻറ്റ് നൗ എന്ന ഓപ്ഷൻ ആയിരിക്കും. അവിടെ യുവർ എൻ്റയർ സ്ക്രീൻ എന്ന് കൊടുക്കാം. അവിടെ നാം ഇത് സെലക്ട് ചെയ്ത് ഷെയർ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കവിടെ എഴുതി കാണിക്കുന്നത് നമ്മുടെ എൻ്റയർ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ എടുത്ത ഓപ്പൺ ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ പ്രസൻറ്റേഷൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ ഓപ്പൺ സ്ക്രീൻ അവിടെ പ്രസൻറ്റിംഗ് മോഡിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മീറ്റിൽ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ പ്രസൻറ്റേഷൻ മോഡിലോട്ട് പോയി നമ്മൾ ഓരോ പേജസിൽ എടുത്തു വച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അവരുമായിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കവിത ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ ഇതെടുത്ത് വെച്ച് കവിത ചൊല്ലിക്കൊടുക്കാം. ഒരു ക്ലാസ് റൂമിൽ ഒരു ബോർഡിൽ പഠിപ്പിക്കുന്ന അതേ ഫീലോടുകൂടി നമുക്ക് ഈ ടൂളുകൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതണമെങ്കിൽ സൈഡിൽ എഴുതാം. നിങ്ങൾക്ക് ഈ ടൂളുകൾ ഈ പെൻസിൽ ടൂൾ ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ എഴുതാം. കവിത ചൊല്ലിനോടൊപ്പം ഈ ലേസർ പോയിൻ്റർ ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ചൊല്ലുന്ന ആ ലൈൻസിലൂടെ നമുക്ക് പോയിൻ്റ് ചെയ്ത് കാണിക്കാം. ചില പ്രത്യേക വരികൾ ഹൈലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ലൈവായിട്ട് കുട്ടികൾ ഗൂഗിൾ മീറ്റിലൂടെ ഈ ഒരു പ്രസൻറ്റേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അടുത്ത പേജ് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു പ്രവർത്തനം നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇങ്ങനെ നമ്മൾ ഓപ്പൺ ബോർഡിൽ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ മീറ്റിലൂടെ കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും സാധിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ, ഓരോ പേജിൽ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്കൊരു നോട്ട്സായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ എഴുതിയ കാര്യങ്ങളോ നമ്മൾ വരച്ചെഴുതിയ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്സായിട്ട് നമുക്കൊരു PDF ആയിട്ട് കൊടുക്കണമെങ്കിൽ ഈ ഓരോ പേജും ഒരു PDF ആയി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഇവിടെ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് എന്നൊരിതുണ്ട്. അവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനുവിൽ എക്സ്പോർട്ട് PDF കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പേജ് കൊടുക്കുന്നു, ക്ലാസ് നോട്ട് എന്ന് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുന്നു, ക്ലാസ് നോട്ട് എന്ന് കൊടുത്തു, സേവ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫയൽ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയലായിട്ട് സേവ് ചെയ്യപ്പെടുന്നു. ആ നോട്ടിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിലോട്ട് അയക്കാം. ഇവിടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് പ്രസൻറ്റിങ്ങും നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ക്ലാസ്സിൻ്റെ ഭാഗമായി നാം ബോർഡിൽ തയ്യാറാക്കിയ ഓരോ പിക്ചേഴ്സും നോട്ട്സുകളൊക്കെ നമുക്ക് PDF സേവ് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാൻ ക്ലാസ് നോട്ട് എന്ന PDF കാണുന്നു. അവിടെ ഓപ്പൺ ബോർഡിൽ ഒന്നാമത്തെ പേജിലുള്ളത് ഒരു പേജിൽ കാണുന്നു. ഇവിടെ രണ്ടാമത്തെ പേജിൽ കാണാം.
മൂന്നാമത്തെ പേജിൽ ഞാൻ എഴുതിയ ഒരു വർക്ക് ഇവിടെ കാണാൻ സാധിക്കും. നാലാമത്തെ പേജിൽ വരച്ച കാര്യങ്ങൾ കാണാൻ പറ്റും. അഞ്ചാമത്തെ പേജിൽ ചില ഷേപ്സുകൾ ഇൻസർട്ട് ചെയ്ത്, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായി ഓരോ പേജിൽ നാം സെറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോ PDF ആയിട്ട് മാറുകയും ഇവ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങളുടെ സമ്മറി ഇത്ര മാത്രമാണ്. നാം ഓപ്പൺ ബോർഡിലോട്ട് വരുമ്പോൾ ഓപ്പൺ ബോർഡിൽ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം ഓരോ പേജസിലായിട്ട് സെറ്റ് ചെയ്യുന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായ രീതിയിൽ നാം സെറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പോർഷൻ ആയിരിക്കാം, ചില ചിത്രങ്ങളായിരിക്കാം, ഓഡിയോസ് ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം. അത് നമ്മുടെ ഉചിതം പോലെ ചെയ്യാം. അതിനുശേഷം നാം അത്യാവശ്യം നാം ഓപ്പൺ ബോർഡിൽ ക്രമീകരിച്ചതിന് ശേഷമാണ് നാം ഓൺലൈനിൽ ഗൂഗിൾ മീറ്റിൽ വരുന്നതും. ഗൂഗിൾ മീറ്റിൽ വന്നതിന് ശേഷം നാം അവിടെ പ്രസൻറ്റേഷൻ മോഡിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് നൗ എന്ന ഓപ്ഷൻ കൊടുത്ത് എൻ്റയർ സ്ക്രീൻ കൊടുക്കുകയും അവിടെ നിന്നിട്ടാണ് നാം ഓപ്പൺ ബോർഡിൽ വന്ന് കുട്ടികളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത്. ഓപ്പൺ ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂളുകൾ ആവശ്യാനുസരണം എഴുതുവാനും നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കാനും ഹൈലൈറ്റർ ഉപയോഗിച്ച് അത് നമുക്ക് പഠിപ്പിക്കുവാനും ലേസർ പോയിൻ്റ് ഉപയോഗിച്ച് പഠിപ്പിക്കുവാനും ഹൈലൈറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെ ഒരു ലൈവ് ക്ലാസ് ബോർഡിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായി ഒരു ക്ലാസ് റൂം ബോർഡിൻ്റെ ഒരു എഫക്റ്റ് കുട്ടികൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പൺ ബോർഡിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതിലുള്ള ഓരോ ഫീച്ചേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് കൂടുതൽ സമയം കണ്ടെത്തി നിങ്ങളത് മനസ്സിലാക്കണം. ഇവയെ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.